സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. വീഡിയോയിലേക്ക് വിശദമായി കടക്കുന്നതിന് മുമ്പ് രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ കേൾക്കാം. 29 times he said, 29 बार उन्होंने बोला कि भैया मैंने सीज फायर करवाया. अच्छा, अगर वो झूठ बोल रहे हैं तो अपने भाषण में यहां प्रधानमंत्री कह दें कि वो झूठ बोल रहे हैं. यहां पे अगर दम है तो यहां पे प्रधानमंत्री बोल दे कि ट्रंप झूठ बोल रहे हैं. If he has the courage, if he has the courage of Indira Gandhi, yes, let him say here, yes, let him say here that Donald Trump, you're a liar, that you did not make a ceasefire and that we did not lose any planes. Let him say it here, if he has the courage. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അവസാനിപ്പിച്ചത് താനാണെന്ന് ട്രംപ് 29 തവണ പറഞ്ഞു. മോദിക്ക് ഇന്ദിരാഗാന്ധിയുടെ പകുതി ധൈര്യമെങ്കിലും ഉണ്ടെങ്കിൽ ട്രംപ് കള്ളം പറയുകയാണെന്ന് പാർലമെന്റിൽ പറയണമെന്നാണ് രാഹുൽ ഗാന്ധി വെല്ലുവിളിച്ചത്. എന്നാൽ ട്രംപിന്റെ കാര്യം പിന്നീട് പാർലമെന്റിൽ സംസാരിച്ച നരേന്ദ്രമോദി അവഗണിച്ചു. ട്രംപിനെ കുറിച്ച് ഒന്നും അദ്ദേഹം പറഞ്ഞില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള സൗഹൃദം വളരെ പ്രശസ്തമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പുകഴ്ത്തുകയും മറ്റും ചെയ്യുന്ന ട്രംപിനെയും മോദിയുമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇന്ത്യക്കെതിരെ വലിയ തീരുവ ഭീഷണിയുമായി ട്രംപ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്? ഇന്ത്യയെ പ്രകോപിപ്പിച്ച് പാകിസ്ഥാനുമായി ട്രംപ് കൂടുതൽ അടുക്കുന്നത് എന്തുകൊണ്ടാണ്? ട്രംപിന്റെ രോഷത്തിന് ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങുന്ന എണ്ണ മാത്രമാണോ കാരണം? അല്ല എന്നാണ് മനസ്സിലാകുന്നത്. അതിന് ഓപ്പറേഷൻ സിന്ദൂറുമായും മറ്റു ചില കാര്യങ്ങളുമായും ബന്ധമുണ്ടെന്നാണ് വിലയിരുത്തൽ. ട്രംപിന്റെ സൗഹൃദ സംഘത്തിൽ നിന്ന് മസ്കിനും പുട്ടിനും പിന്നാലെ മോദി അങ്ങനെ പുറത്താവുകയാണ് എന്നതാണ് പുതിയ സംഭവ വികാസങ്ങൾ സൂചിപ്പിക്കുന്നത്. പാർലമെന്റ് അംഗങ്ങളുടെയും രാജ്യത്തിന് അകത്ത് നിന്നും വലിയ സമ്മർദ്ദവും ഉണ്ടായിട്ടും ഓപ്പറേഷൻ സിന്ദൂർ വിഷയത്തിൽ ട്രംപിനെ നേരിട്ട് അല്ലെങ്കിൽ ട്രംപിന്റെ അവകാശവാദങ്ങളെ നേരിട്ട് തള്ളിപ്പറയാൻ മോദി തയ്യാറായിട്ടില്ല. അങ്ങനെയുള്ള മോദിയെ ട്രംപ് ചതിച്ചു എന്ന വികാരമാണ് പൊതുവെയുള്ളത്. ട്രംപിന്റെ പുതിയ നീക്കങ്ങൾ ഇന്ത്യയെ സംബന്ധിച്ച് എത്രത്തോളം തിരിച്ചടിയാണ്? ഇന്ത്യയുടെ മറുനീക്കം എന്ത്? തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ചൂണ്ടിക്കാട്ടാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം ഇന്ത്യക്ക് അധിക തീരുവയും പിഴയും ചുമത്താൻ ട്രംപ് പറയുന്ന ന്യായീകരണങ്ങൾ പരിശോധിക്കാം. അതിനുശേഷം ഇതിന്റെ യഥാർത്ഥ കാരണങ്ങളിലേക്ക് നമുക്കെത്താം. അമേരിക്കയുടെ നിർദ്ദേശത്തെ അവഗണിച്ച് ഇന്ത്യ റഷ്യയിൽ നിന്ന് വൻതോതിൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നുവെന്നും ഈ എണ്ണ പൊതുവിപണിയിൽ വലിയ വിലയ്ക്ക് മറിച്ചു വിൽക്കുന്നു എന്നുമാണ് ട്രംപ് ആരോപിക്കുന്നത്. ഇന്ത്യക്ക് യുക്രൈനിൽ കൊല്ലപ്പെടുന്ന മനുഷ്യരെക്കുറിച്ച് ചിന്തയില്ല എന്നും ട്രംപ് ആക്ഷേപിക്കുന്നു. ഗാസയിൽ ദിവസവും നൂറുകണക്കിന് മനുഷ്യരെ കൊല്ലുന്ന ഇസ്രയേലിന് എല്ലാ സഹായവും ചെയ്യുന്ന ട്രംപാണ് ഈ പറയുന്നത് എന്നതാണ് ഏറെ കൗതുകകരമായ കാര്യം. അതായത് പറഞ്ഞു വന്നത്, ഇന്ത്യയുമായുള്ള പ്രശ്നത്തിന് ട്രംപ് സൃഷ്ടിക്കുന്ന നറേറ്റീവ് ഇതാണ്. അതായത് യുക്രൈനിൽ അമേരിക്ക പറഞ്ഞിട്ടും യുദ്ധം തുടരുന്ന റഷ്യയുമായുള്ള ഇന്ത്യയുടെ വ്യാപാര ബന്ധം ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് യുക്രൈനിൽ റഷ്യ നടത്തുന്ന യുദ്ധത്തിന് സാമ്പത്തിക പിന്തുണ നൽകുന്നതിന് തുല്യമാണ് എന്നാണ് ട്രംപ് പറയുന്നത്. മാത്രമല്ല, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ പുച്ഛിക്കാനും ട്രംപ് തയ്യാറാകുന്നു. നിർജീവ സമ്പദ് വ്യവസ്ഥ എന്നാണ് ട്രംപ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ വിളിച്ചത്. ഇതിന് പിന്നാലെയാണ് അമേരിക്കയിൽ ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 25% തീരുവയും അതിനുമേലുള്ള പിഴയും ഈടാക്കാനുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ട്രംപ് ഒപ്പിട്ടത്. ഇനിയും വലിയ പിഴ വരുമെന്നാണ് ട്രംപ് ഭീഷണി മുഴക്കുകയും ചെയ്യുന്നത്. ഇനി ട്രംപിന്റെ നീക്കത്തിന്റെ യഥാർത്ഥ കാരണങ്ങളിലേക്ക് വരാം. ഇന്ത്യയെ ശത്രുപക്ഷത്ത് നിർത്തി പാകിസ്ഥാനുമായി കൂടുതൽ അടുക്കുന്ന ട്രംപിനെയാണ് അടുത്തിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ത്യയെ പ്രകോപിപ്പിക്കാൻ തന്നെയാണ് ട്രംപിന്റെ ആ നീക്കം. പാകിസ്ഥാനെതിരെ ഒരു കാലത്ത് കടുത്ത നിലപാടെടുത്ത അമേരിക്കൻ പ്രസിഡന്റാണ് ട്രംപ്. ഭീകരവാദികൾക്ക് സുരക്ഷിത താവളം പാകിസ്ഥാൻ ഒരുക്കുന്നു എന്ന് ആരോപിച്ച് പാകിസ്ഥാനുള്ള സാമ്പത്തിക സഹായം ട്രംപ് 2018 നിർത്തിവച്ചിരുന്നു. എന്നാൽ ഇന്ത്യ പാക് സംഘർഷത്തിന് ശേഷം കഴിഞ്ഞ ജൂൺ മാസത്തിൽ പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീറിനെ ട്രംപ് വൈറ്റ് ഹൗസിൽ വിളിച്ചു വരുത്തി വിരുന്ന് നൽകി. അമേരിക്കൻ പ്രസിഡന്റ് മറ്റൊരു രാജ്യത്തിന്റെ സൈനിക മേധാവിക്ക് വിരുന്നു കൊടുക്കുന്ന ആദ്യ സംഭവമായി അത് മാറി. അതിനു പിന്നാലെ 2026 സമാധാനത്തിനുള്ള നൊബേലിന് ട്രംപിനെ അസീം മുനീർ ശുപാർശ ചെയ്തു. ഇന്ത്യ പാക് സംഘർഷം നിർത്താൻ ട്രംപ് ഇടപെട്ടുവെന്ന് പാക് സേനാ മേധാവിയും പിന്നീട് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെ പാകിസ്ഥാന്റെ എണ്ണ ശേഖരം വികസിപ്പിക്കാൻ സഹായിക്കാമെന്ന് ട്രംപ് വാഗ്ദാനം ചെയ്തു. ഭാവിയിൽ പാകിസ്ഥാൻ ഇന്ത്യക്ക് വരെ എണ്ണ വിൽക്കുമെന്ന് ട്രംപ് അങ്ങ് പറയുകയും ചെയ്തു. ഇതിനെല്ലാം കാരണം ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിക്കാൻ താൻ ഇടപെട്ടുവെന്ന ട്രംപിന്റെ അവകാശവാദത്തെ അംഗീകരിക്കാൻ ഇന്ത്യ തയ്യാറാകാത്തതാണ്.
അതിൻ്റെ ഒരു കൊതിക്കറിവ് ട്രംപിനുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. കാരണം ഇന്ത്യയുടെ നിലപാട് ട്രംപിന്റെ അന്താരാഷ്ട്ര നേതൃത്വത്തിന്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്തു എന്നുള്ള വികാരമാണ് ട്രംപിനൊപ്പമുള്ളവർക്ക് ഉള്ളത്. ഇത് ട്രംപിന്റെ പ്രകോപനത്തിനുള്ള ഒരു കാരണമാണ്. പക്ഷേ മറ്റൊന്ന് അമേരിക്കയുടെ ഹിഡൻ അജണ്ടയാണ്. അത് ബ്രിക്സ് ഉച്ചകോടിയിൽ നിന്ന് ഇന്ത്യയെ അകറ്റുക എന്ന തന്ത്രമാണ്. ബ്രിക്സ് അമേരിക്കൻ വിരുദ്ധ കൂട്ടായ്മയാണ് എന്നാണ് ട്രംപ് വിശേഷിപ്പിക്കുന്നത്. ബ്രിക്സിന്റെ കരുത്തിനെ ഇപ്പോഴേ തടഞ്ഞില്ല എങ്കിൽ ലോക വിപണിയിലെ അമേരിക്കൻ ആധിപത്യത്തിനും തന്റെ അമേരിക്കൻ ഫസ്റ്റ് എന്ന നയത്തിനും വലിയ തിരിച്ചടിയാകുമെന്നാണ് ട്രംപ് കരുതുന്നത്. ബ്രിക്സിന്റെ ഘടനയും അതിന്റെ ലക്ഷ്യങ്ങളുമാണ് ട്രംപിനെ പേടിപ്പിക്കുന്നത്. ശത്രുക്കളായ ഇന്ത്യയും ചൈനയും ഈ കൂട്ടായ്മയിൽ ഒരുമിച്ച് നിൽക്കുന്നു. മാത്രമല്ല റഷ്യയ്ക്ക് നിർണായക സ്ഥാനവുമുണ്ട്. അതും പോരാഞ്ഞ് ഈ കൂട്ടായ്മയിലേക്ക് സൗദി അറേബ്യ പോലുള്ള കൂടുതൽ രാജ്യങ്ങൾ വരുന്നതും അമേരിക്കയെ ചിന്തിപ്പിക്കുന്നു. ഇറാന് ബ്രിക്സ് കൂട്ടായ്മ കൊടുക്കുന്ന പിന്തുണയും അമേരിക്കയ്ക്ക് പ്രകോപനമാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഡോളറിന് കരുത്ത് കൂടുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ലോകരാജ്യങ്ങളുടെ വിദേശ കറൻസി കരുതൽ ഇപ്പോൾ ഡോളറിലാണ്. ഏറ്റവും സുരക്ഷിതമായ കറൻസിയായി ലോകം കാണുന്നതും ഡോളറിനെയാണ്. എന്നാൽ റഷ്യ യുക്രൈൻ യുദ്ധത്തിന് പിന്നാലെ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും റഷ്യയ്ക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തി. ഇതോടെ ഡോളർ വെച്ച് വ്യാപാരം നടത്താൻ റഷ്യയ്ക്ക് കഴിയാത്ത ഒരു സ്ഥിതി വന്നു. തുടർന്ന് ചൈനയുമായും ഇന്ത്യയുമായും റഷ്യ നടത്തിയ എണ്ണ വ്യാപാരത്തിന്റെ ഭൂരിഭാഗവും നടന്നത് ഡോളറിനെ ഒഴിവാക്കിയായിരുന്നു. ഈ സാഹചര്യത്തിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ ഡോളറിന് ബദലായി മറ്റൊരു കറൻസി മുന്നോട്ട് വയ്ക്കാനുള്ള നിർദ്ദേശം വരുന്നു. ലോക ജനസംഖ്യയുടെ പകുതിയിലേറെയും ബ്രിക്സ് കൂട്ടായ്മയുടെ രാജ്യങ്ങളാണ് എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കറൻസിക്കൊപ്പം അമേരിക്കൻ നിയന്ത്രണത്തിലുള്ള ലോക ബാങ്കിന് ബദലായി മറ്റൊരു ബാങ്കിംഗ് സംവിധാനവും ബ്രിക്സ് ആലോചിക്കുന്നുണ്ട്. 2026 ബ്രിക്സ് ഉച്ചകോടി നടക്കുന്നത് ഇന്ത്യയിലാണ്. ബ്രിക്സിന്റെ അടുത്ത അധ്യക്ഷ സ്ഥാനവും ഇന്ത്യക്കാണ്. ഈ ഘട്ടത്തിലാണ് ഇന്ത്യക്ക് മേൽ തീരുവ സമ്മർദ്ദവുമായി അമേരിക്ക രംഗത്ത് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇന്ത്യയെ സമ്മർദ്ദത്തിൽ നിർത്തി ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിൽ തങ്ങൾക്ക് അനുകൂലമായ നിബന്ധനകൾ കൂടുതൽ ഉൾപ്പെടുത്താനാണ് ട്രംപ് ലക്ഷ്യമിടുന്നത് എന്നാണ് വിലയിരുത്തൽ. ഇന്ത്യ പോലൊരു വലിയ കമ്പോളം നഷ്ടപ്പെടുന്നത്, അത് ബ്രിക്സിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ ബ്രിക്സ് കൂട്ടായ്മയിലേക്ക് പോകുന്നത് അമേരിക്കയെ സംബന്ധിച്ച് ആലോചിക്കാൻ പറ്റുന്ന കാര്യമല്ല. അത് തന്നെയാണ് ബ്രിക്സിനെ അകറ്റാനുള്ള ട്രംപിന്റെ നീക്കത്തിന് പിന്നിലെ കാരണവും. എന്തായാലും അമേരിക്കൻ നീക്കത്തിന് ശക്തമായ മറുപടിയുമായി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം രംഗത്ത് വന്നിട്ടുണ്ട്. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇന്ത്യയുടെ മറുപടി. ഒന്ന്, റഷ്യയിൽ നിന്ന് ഇന്ത്യയോട് എണ്ണ വാങ്ങാൻ നിർദ്ദേശിച്ചത് അമേരിക്ക തന്നെയാണ്. അതായത് റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയപ്പോൾ അമേരിക്കയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തിവെച്ചു. പകരം മറ്റു വിപണികളെ ആശ്രയിച്ചു. അപ്പോൾ ഇന്ത്യയോട് അമേരിക്ക നിർദ്ദേശിച്ചു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങൂ എന്ന ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. ഇത് വിദേശകാര്യ മന്ത്രാലയം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ലോക വിപണിയിൽ എണ്ണവില പിടിച്ചു നിർത്താൻ ഇത് സഹായിക്കുമെന്നാണ് അന്ന് അമേരിക്ക പറഞ്ഞത് എന്നും വിദേശകാര്യ മന്ത്രാലയം പറയുന്നു. അമേരിക്കയ്ക്കും യൂറോപ്യൻ യൂണിയനും മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ കിട്ടാൻ ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് സഹായിക്കുമെന്നും അന്ന് അമേരിക്ക പറഞ്ഞിരുന്നു. അതിന്റെ ഭാഗമായാണ് ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന എണ്ണയുടെ 40% റഷ്യയിൽ നിന്ന് വാങ്ങാൻ തീരുമാനിച്ചത്. എന്നാൽ അന്ന് അങ്ങനെ പറഞ്ഞ അമേരിക്ക ഇന്ന് നിലപാട് മാറ്റുകയാണ് എന്നുള്ള കാര്യമാണ് വിദേശകാര്യ മന്ത്രാലയം ചൂണ്ടിക്കാട്ടുന്നത്. രണ്ടാമതായി ഇന്ത്യ ചൂണ്ടിക്കാണിച്ച കാര്യം മറ്റൊന്നാണ്. അതായത് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും റഷ്യയുമായുള്ള വ്യാപാരത്തിന്റെ കാര്യത്തിൽ ഇരട്ടത്താപ്പ് കാണിക്കുന്നു. എന്ന് വച്ചാൽ ഇന്ത്യയോട് റഷ്യയുമായുള്ള വ്യാപാരം നടത്തരുത് എന്ന് പറയുന്ന അമേരിക്കയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും ഇപ്പോൾ റഷ്യയിൽ നിന്ന് പലതും വാങ്ങുന്നു. കണക്ക് നോക്കിയാൽ റെക്കോർഡ് തോതിലാണ് യൂറോപ്യൻ യൂണിയൻ LNG റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത്. ഇതോടൊപ്പം അമേരിക്ക ആണവ കേന്ദ്രങ്ങൾക്ക് വേണ്ടിയുള്ള പല സാധനങ്ങളും ഇപ്പോഴും ഇറക്കുമതി ചെയ്യുന്നത് റഷ്യയിൽ നിന്നാണ്. ഇലക്ട്രിക് വാഹനങ്ങൾക്കുള്ള പല സാധനങ്ങളും അമേരിക്ക ഇതുപോലെ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അതായത് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും റഷ്യയുമായുള്ള വ്യാപാരം തുടരുകയാണ്. അതേസമയം ഇന്ത്യയോട് ആ വ്യാപാരം നടത്തരുത് എന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഈ ഇരട്ടത്താപ്പ് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള കടുത്ത നിലപാടാണ് ഇന്ത്യ മുന്നോട്ട് വെച്ചത്. അതായത് ട്രംപിന് പരസ്യമായി മറുപടി നൽകാൻ ഇന്ത്യ തയ്യാറായിരിക്കുന്നു എന്നത് ശ്രദ്ധേയമാണ്. മാത്രമല്ല പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്ന നിർദ്ദേശം ഇങ്ങനെയാണ്: നിങ്ങൾ വിപണിയിലെ വില അനുസരിച്ച് എണ്ണ വാങ്ങൂ എന്നാണ്. അതായത് അമേരിക്കയുടെ ഭീഷണിയെ വില കൽപ്പിക്കേണ്ട എന്നത് തന്നെയാണ് കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്ന സന്ദേശം. എന്തായാലും ട്രംപുമായുള്ള സൗഹൃദത്തിന്റെ കാര്യത്തിൽ പല BJP അനുകൂല വിദേശകാര്യ വിദഗ്ധരും മോദിക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. ട്രംപ് കാലുമാറും എന്നുള്ള മുന്നറിയിപ്പ് അവർ നൽകിയിരുന്നതാണ്. പക്ഷേ മോദി ആ സൗഹൃദവുമായി മുന്നോട്ട് പോയി. ആ നയത്തിനാണ് ഇപ്പോൾ രണ്ടാം ട്രംപിന്റെ വരവിൽ തിരിച്ചടിയേറ്റിരിക്കുന്നത്. എന്തായാലും സൗഹൃദം പരിഗണിക്കാതെ ശക്തമായ നിലപാടുമായി മുന്നോട്ട് പോകാനാണ് ഇന്ത്യയും തീരുമാനിച്ചിരിക്കുന്നത്. ഇത് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ മറുപടിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.
പ്രധാനമന്ത്രി മോദി നേരിട്ട് ട്രംപിനെ വിമർശിച്ച് പ്രകോപനം സൃഷ്ടിക്കേണ്ട എന്ന നിലപാടും നയതന്ത്രപരമായി ഇന്ത്യ എടുക്കുന്നുണ്ട്. ഇന്ത്യക്ക് നേട്ടമായ കൂട്ടായ്മയായ ബ്രിക്സുമായി എന്തു വന്നാലും മുന്നോട്ട് പോകുമെന്നും ഇന്ത്യ നിലപാട് സ്വീകരിക്കുന്നു. പേജ് 10 സ്റ്റോറീസിലെ വീഡിയോകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. വീഡിയോ അപ്ഡേറ്റിനായി കമൻറ്റ് ബോക്സിലുള്ള വാട്സപ്പ് ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.